ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുകയും ആണവായുധങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച സജീവമാകുകയും ചെയ്തു. ഇതിനിടെ ഒരു ആണവായുധ ശേഖരത്തിൽ ഒരു സൂപ്പർസോണിക് മിസൈൽ പതിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിലും അതൊരു ആണവ സ്ഫോടനത്തിന് കാരണമായേക്കാമോ എന്നും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സജീവമാകുമോ എന്നും ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ആണവായുധങ്ങൾ വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് സൂക്ഷിക്കുക. സാധാരണയായി ഭൂഗർഭ ബങ്കറുകളിലോ പ്രത്യേക ആയുധ സംഭരണ മേഖലകളിലോ ആണ് ആണവായുധങ്ങൾ സൂക്ഷിക്കുക. 4-5 മീറ്റർ കനമുള്ള മതിലുകൾ കെട്ടി അതിനുള്ളിലാണ് അവ സംഭരിക്കുക. കൂടാതെ സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാതിലുകളാണ് അവയ്ക്കുണ്ടാകുക. ഒന്നിലധികം സുരക്ഷാ പാളികളോടെ അവ ആഴത്തിലുള്ള ഭൂഗർഭ അറകളിലാവും സൂക്ഷിക്കുക. ആണവായുധ കേന്ദ്രങ്ങൾക്കുള്ള പ്രധാന സുരക്ഷാ നടപടികൾ അറിയാം. ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പ്രവഹിക്കുന്ന മുള്ളുകമ്പി, റേസർ വയറുകൾ, സുരക്ഷാ വളയങ്ങൾ തുടങ്ങിയവയാവും ഭൗതികമായ സുരക്ഷാ കവചങ്ങൾ. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന സെൻസറുകൾ, CCTV ക്യാമറകൾ, നൂതനമായ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ആണവായുധങ്ങളും പ്രത്യേകമായി നിർമ്മിച്ചതും ബലപ്പെടുത്തിയതുമായ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച അറയ്ക്കുള്ളിലാവും സൂക്ഷിച്ചിരിക്കുന്നത്. ആണവായുധം സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തേക്ക് എപ്പോഴും തടസ്സം കൂടാതെ വൈദ്യുതി നൽകും. ഇലക്ട്രോണിക് ആക്സസ് സംവിധാനങ്ങൾ വഴി ഇവിടേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് നോക്കാം. മാധ്യമ റിപ്പോർട്ടുകളും വിദഗ്ധരുടെ വിശകലനങ്ങളും പ്രകാരം പാകിസ്ഥാൻ 4 പ്രധാന സ്ഥലങ്ങളിലാണ് ആണവായുധ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത്. മസ്റൂർ വ്യോമതാവളം, കറാച്ചിക്ക് സമീപമുള്ള വ്യോമതാവളമാണിത്. മിറാഷ് 3-5 സ്ക്വാഡ്രനുകളുടെ ആസ്ഥാനമായ ഈ താവളത്തിന് സമീപം ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ അറയുണ്ടെന്ന് കരുതുന്നു. സർഗോദ ഗാരിസൺ, പാകിസ്ഥാൻ മിസൈലുകളും ആയുധങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന പ്രധാന സ്ഥലമായി കണക്കാക്കപ്പെടുന്ന ഇടമാണിത്. പേലോഡുകൾ എത്തിക്കാൻ കഴിവുള്ള F-16 വിമാനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. ഹോലാരി വ്യോമതാവളം, അസാധാരണമാംവിധം ഉയർന്ന സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള വ്യോമതാവളമാണിത്. താരതമ്യേന പുതിയ വ്യോമതാവളമായ ഇവിടെ ആണവായുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ബലൂചിസ്ഥാനിലെ ഭൂഗർഭ സൗകര്യം, മിസൈലുകളും ആണവായുധങ്ങളും സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായി ഈ മേഖലയിലെ ഭൂഗർഭ അറ കരുതപ്പെടുന്നു. മറ്റ് രാജ്യങ്ങളെ പോലെ പാകിസ്ഥാനും രാജ്യത്തെ ഒന്നിലധികം സ്ഥലങ്ങളിലായാണ് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ തന്ത്രം ആണവായുധങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഭീഷണിയുണ്ടായാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നാൽ എന്ത്? ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിലൊന്നാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ. മാർക്ക് 2.8 മുതൽ 3.0 വരെ വേഗത കൈവരിക്കാൻ ഈ മിസൈലിന് കഴിയും. ഇത് ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കും. ഒരു മാർക്ക് എന്നാൽ മണിക്കൂറിൽ 1234.8 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു ഉയർന്ന സ്ഫോടക വസ്തു വഹിക്കാനും 300 മുതൽ 800 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയും. ഇത് കൂട്ടിയിടിക്കുമ്പോൾ അതിൻ്റെ വലിയ സ്ഫോടനശേഷിയും ഉയർന്ന വേഗതയാൽ സൃഷ്ടിക്കപ്പെടുന്ന വലിയ ഗതികോർജവും കാരണം വലിയ നാശമുണ്ടാകും. ഇനി ഒരു മിസൈൽ ആണവായുധ സംഭരണ കേന്ദ്രത്തിൽ പതിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പരിശോധിക്കാം. സാധാരണയായി വലിയ കനത്തിൽ സുരക്ഷാ കവചം തീർത്ത ബങ്കറുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ വെപ്പൺ സ്റ്റോറേജ് ഏരിയകളിലാണ് ആണവായുധങ്ങൾ സൂക്ഷിക്കുക. ഉയർന്ന സ്ഫോടനശേഷിയുള്ള ഒരു മിസൈൽ പതിച്ചാൽ പോലും ഒരു ആണവ സ്ഫോടനത്തിന് കാരണമാകില്ല. കാരണം പരമ്പരാഗതമായ രീതിയിലൂടെയുള്ള സ്ഫോടനത്തിലൂടെ മാത്രം ആണവ ബോംബുകൾക്ക് പൊട്ടിത്തെറിക്കാൻ കഴിയില്ല. അവ സജീവമാകുന്നതിന് ഇലക്ട്രോണിക് കമാൻഡുകളും സുരക്ഷിതമായ സ്ഫോടന കോഡുകളും കൃത്യമായി നൽകേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ സ്ഫോടനം ഉണ്ടായാൽ അത് തടയുന്നതിന് ഒന്നിലധികം സുരക്ഷാ പാളികളുള്ള അറയിലാണ് അവയെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ നേരിട്ട് മിസൈൽ പതിച്ചാൽ പോലും ആണവ വിസ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം അതിൻ്റെ ഘടന നശിക്കാനും റേഡിയോ ആക്റ്റീവ് ചോർച്ചയുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇനി പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും? മിസൈൽ ആക്രമണത്തിൽ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സംരക്ഷണ കവചം തകർത്ത് അതിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പുറത്തു വന്നാൽ അതിൻ്റെ ആഘാതം ഒരു ഡേർട്ടി ബോംബിന് സമാനമായിരിക്കും. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പരമ്പരാഗത സ്ഫോടക വസ്തുക്കളുമായി സംയോജിപ്പിച്ച് നിർമ്മിക്കുന്ന ആയുധമാണ് ഡേർട്ടി ബോംബ്. അത്തരമൊരു സാഹചര്യത്തിൽ ചുറ്റുമുള്ള പ്രദേശം റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാൽ മലിനമാക്കപ്പെടും. ഇത് മനുഷ്യരിൽ ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പരിസ്ഥിതി നാശത്തിന് കാരണമാകുകയും ചെയ്യും.
അവിടെ നിന്ന് ഉടനടി ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരും. ഇനി എതിരാളി ബങ്കർ ബസ്റ്ററുകളോ തെർമോബാറിക് ആയുധങ്ങളോ ഉപയോഗിച്ചാലോ? ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറാൻ സാധ്യതയുള്ള ഉഗ്ര സ്ഫോടന ശേഷിയുള്ള പെനട്രേഷൻ ബങ്കർ ബസ്റ്റർ അല്ലെങ്കിൽ തെർമോബാറിക് ആയുധം ഉപയോഗിച്ച് തകർത്താൽ ഇത് ഘടനാപരമായ നാശത്തിന് കാരണമാകുകയും റേഡിയോ ആക്റ്റീവ് ചോർച്ചയ്ക്കും മലിനീകരണത്തിനും വഴിവെക്കുകയും ചെയ്യും. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഒരു ആണവ സ്ഫോടനം സംഭവിക്കില്ല. അതിനാലാണ് ലോകരാജ്യങ്ങൾ ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ ആഴത്തിലും ആഘാതങ്ങളെ നേരിടാൻ ഒന്നിലധികം പാളികളുമുള്ള സംരക്ഷണ കവചങ്ങളുള്ള ഭൂഗർഭ അറകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ന്യൂക്ലിയർ കമാൻഡ്? ഒരു രാജ്യത്തിൻ്റെ ആണവായുധങ്ങളുടെ വിന്യാസം, നിയന്ത്രണം, പ്രവർത്തനം, ഉപയോഗം എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു ചട്ടക്കൂട്ടാണ് ന്യൂക്ലിയർ കമാൻഡ്. ആണവായുധങ്ങളുടെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവ എപ്പോൾ, എവിടെ, എങ്ങനെ ഉപയോഗിക്കാമെന്നും തീരുമാനിക്കുന്നത് ഇതാണ്. മിസൈലുകൾ, ബോംബുകൾ, അന്തർവാഹിനികൾ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആണവായുധങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നു. ആണവായുധങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലാണ് സൂക്ഷിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ശത്രുവിന്റെ ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് അവയുടെ സുരക്ഷയും വിന്യാസവും പരിശോധിക്കുന്നു. യുദ്ധസമയത്തോ അടിയന്തര സാഹചര്യങ്ങളിലോ ഒരു ആണവായുധ പ്രയോഗം നടത്താനോ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനോ കമാൻഡിന് ഉത്തരവാദിത്തമുണ്ട്. ശത്രു ആക്രമിക്കുകയോ ആണവ ഭീഷണി ഉയർത്തുകയോ ചെയ്യുമ്പോൾ വേഗത്തിൽ പ്രതികരണം ഉറപ്പാക്കുന്നു. ആണവായുധ സംഭരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 2 ശ്രദ്ധേയമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് 1986 സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത്. 1986 സോവിയറ്റ് യൂണിയനിലെ സെവറോമോസ്ക് എന്ന സ്ഥലത്തുള്ള ആണവ മിസൈൽ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ഈ അപകടത്തിൽ ആണവ വാർഹെഡുകൾ വഹിച്ചിരുന്ന 16 മിസൈലുകൾ നശിച്ചു. ആണവ സ്ഫോടനം സംഭവിച്ചില്ലെങ്കിലും തീപിടുത്തം സംഭരണ കേന്ദ്രത്തിന് വലിയ നാശനഷ്ടം വരുത്തുകയും റേഡിയോ ആക്റ്റീവ് ചോർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു. ഈ സംഭവം അന്നത്തെ ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തി. രണ്ടാമത്തേത് 2007 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സംഭവിച്ചതാണ്. 2007 അമേരിക്കയിൽ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു. കൃത്യമായ അനുമതിയില്ലാതെ നോർത്ത് ഡക്കോട്ടയിലെ മിനോട്ട് വ്യോമസേനാ താവളത്തിലെ ഒരു B-52 ബോംബറിൽ 6 ആണവ വാർഹെഡുകൾ തെറ്റായി ഘടിപ്പിച്ചു. തുടർന്ന് ഈ ബോംബർ ഏകദേശം 1500 കിലോമീറ്റർ ദൂരെയുള്ള ലൂസിയാനയിലെ ബാക്ടേൽ വ്യോമതാവളത്തിലേക്ക് പറന്നു. മണിക്കൂറുകളോളം ഈ ഗുരുതരമായ തെറ്റ് സംഭവിച്ച കാര്യം ആരും അറിഞ്ഞില്ല. ആണവായുധങ്ങൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഈ സംഭവം വെളിപ്പെടുത്തി. ഈ 2 സംഭവങ്ങളും ആണവായുധങ്ങളുടെ സംഭരണവും കൈകാര്യം ചെയ്യലും എത്രത്തോളം അപകടം നിറഞ്ഞതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചെറിയൊരു പിഴവ് പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ആണവ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനും നിരന്തരമായ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്.